പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൃഷ്ടിയിലൂടെ നിരന്തരം അന്വേഷിച്ച മരണത്തെ അദ്ദേഹം 1936 ജൂലൈ 4-ാം തീയതി സാധിച്ചെടുത്തു, നേടിയെടുത്തു എന്ന അർത്ഥത്തിലാണ് അപ്പൻ ഇവിടെ അത് പ്രതിപാദിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നലെ അവസാനം പറഞ്ഞ ഭാഗവും സ്റ്റെങ്കൽ പറഞ്ഞ കാര്യം കൂടി പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ആഴമേറിയ വിഷാദവും ആത്മനിന്ദയും മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്ന സ്റ്റെങ്കലിൻ്റെ നിരീക്ഷണം കൂടി പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ സൃഷ്ടിയിലൂടെ നിരന്തരമായി താൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ സാഹിത്യ സൃഷ്ടികളിലെല്ലാം മുൻപ് ഇടപ്പള്ളി അന്വേഷിച്ചിട്ടുള്ളത് എങ്ങനെ മരണത്തെ പുൽകാമെന്നുള്ളത്, മരണത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണനകൾ, മരണത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അതിനെ ഒരു മോചനമാർഗമായി കണ്ടുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ, ഇതൊക്കെ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇടപ്പള്ളിയുടെ മരണത്തെ 2 തരത്തിൽ കാണാമെന്നും ദുഃഖിതനായിരിക്കുന്നതിൽ നിർവൃതി കണ്ടെത്തുകയും ചെയ്ത ഈ ഇടപ്പള്ളിയുടെ വ്യക്തിത്വത്തെപ്പറ്റി വേണമെങ്കിൽ മനഃശാസ്ത്രപരമായ ഒരു പഠനം നടത്താവുന്നതാണെന്നും ഇതൊരു തരം രോഗബാധയാണെന്നും തുടർന്ന് പറയുകയാണ്. ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഇതൊരു രോഗബാധയാണ്. നിരന്തരം താൻ പീഡിപ്പിക്കപ്പെടുകയാണെന്നും താൻ ഒറ്റയ്ക്കാണെന്നും താൻ അന്യവൽക്കരിക്കപ്പെട്ടവനാണെന്നും നിരന്തരം കരുതുന്നത് ഒരു രോഗബാധയുടെ കൂടി ഭാഗമാണ്. ആധുനിക മനഃശാസ്ത്രം അതിനൊരു രോഗമായി തന്നെയാണ് വിലയിരുത്തുക. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി ഇടപ്പള്ളിയുടെ മരണത്തെ വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? 2 തലങ്ങളിലാണ്. ഇനി വരുന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇത് തന്നെയാണ്. നമ്മളിതുവരെ പറഞ്ഞത് ഇടപ്പള്ളിയുടെ മരണത്തെ 2 തരത്തിൽ കാണുകയായിരുന്നു. അപ്പോൾ അതിലൊന്ന് തത്വചിന്താപരമായിട്ട് അതിനൊരു പരിവേഷമുണ്ട്, അത് നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോൾ പറയുന്നത് മനഃശാസ്ത്രപരമായൊരു കുഴപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിഘടനയിലുണ്ട് എന്നുള്ള രണ്ടാമത്തെ ഒരു നിരീക്ഷണമാണ്. അപ്പം ഈ 2 കാര്യങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യം, ഇതിലേതാണ് നമുക്ക് സ്വീകരിക്കാവുന്നത്? ഒരു തത്വചിന്താപരമായ ഉയർച്ചയാണോ അദ്ദേഹത്തിന് ഉണ്ടായത്, അതോ രോഗത്തെ തുടർന്നുണ്ടായൊരു പതനമാണോ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു രോഗമാണോ അതോ വളരെ ഹയർ ഫിലോസഫിയുടെ ഭാഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ചൊരു വഴിയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിലേതാണ് ശരി എന്നുള്ള ഒരു കാര്യത്തിലേക്കുള്ള തുടരന്വേഷണമാണ് ഇനി നമ്മൾ നടത്തുന്നത്. ഇടപ്പള്ളിയുടെ ആത്മഹത്യക്കുള്ള തത്വചിന്താപരമായ പരിവേഷം പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞേക്കാൻ ഇടയുണ്ട്. ഇതൊരു മനോരോഗമാണ് എന്ന അർത്ഥത്തിൽ ഇത് അന്വേഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ മഹത്വവൽക്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പല ഹയർ ഫിലോസഫികളും ഒരു പക്ഷെ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫിലോസഫിയുടെ ഭാഗമായിട്ടല്ല, ഇതൊരു മെറ്റാഫിസിക്കലായിട്ടുള്ള ഒന്നിൻ്റെ ഭാഗമായിട്ടല്ല, ഇതൊരു തത്വചിന്താപരമായൊരു കാര്യമല്ല എന്ന് വന്നാൽ അതൊരു രോഗമാണ് എന്ന സ്ഥിതി വരും. അപ്പോൾ അത് ഏത് വേണം, ഏത് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ വായനക്കാർക്കും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിരന്തരമായി നിരൂപണങ്ങളും അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളും നടത്തിയവർക്കും അതിലൊരു ഒരു ഇടപെടാനുള്ളൊരു വഴിയുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറെ കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു വഴിയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. താൻ പ്രകാശിപ്പിച്ച് കാണിച്ച സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിൽ നിലനിർത്തിയ ഇടപ്പള്ളി ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന തത്വചിന്താപരമായ ചോദ്യം തന്നോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിന് കിട്ടിയ ഉത്തരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. അപ്പോൾ സ്വയം ചോദിക്കുകയാണ്, ഈ ജീവിതം എന്താണ്, ഇത് ജീവിക്കാൻ കൊള്ളാവുന്നതാണോ, ഇവിടെ ജീവിച്ചിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമോ അല്ലാതെയോ ആയിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പുസ്തകം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥം മുഴുവനായി വായിച്ചു തീർക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് അദ്ദേഹം സ്വയം ചോദിച്ചു. അതിന് അദ്ദേഹത്തിനൊരു ഉത്തരം കിട്ടി, ഇല്ല എന്ന ഉത്തരം കിട്ടി. അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ അദ്ദേഹത്തിൻ്റെ മരണത്തെ നമുക്ക് പൊതുവിൽ കാണാൻ സാധിക്കുന്നത്. പിന്നീട് തുടർന്ന് പറയുകയാണ്, ഒരു കാൽപ്പനിക കവിയെ സംബന്ധിച്ചിടത്തോളം വികാരങ്ങളായിരിക്കും അയാളുടെ വഴികാട്ടി. അപ്പോൾ വളരെ ഇമോഷണലായി ഈ കവികൾ പലപ്പോഴും എഴുതുന്ന വരികളിലും ഒക്കെ ഭയങ്കര
വൈകാരിക ഭാവങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. ഇപ്പോൾ ഏതൊരു പോയട്രിയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ പലരിലും അത് വളരെ കൂടുതലായിരിക്കും. ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. പലപ്പോഴും വ്യക്തി കേന്ദ്രീകൃതം. ഒരു ആധുനിക കവിതയിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണാം. വളരെ വൈകാരികമായിട്ട് എല്ലാത്തിനെയും കാണുക, എല്ലാത്തരം കാര്യങ്ങളെയും അങ്ങനെ കാണുക എന്നുള്ളത്. ഇപ്പം ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ ചോര ചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ, കാണാതെ പോയി നിനക്കായി ഞാൻ എൻ്റെ പ്രാണൻ്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ എന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് എഴുതുമ്പം ഈ ജീവരക്തം കൊണ്ട് ചുവപ്പിച്ചെടുത്ത പൂവ് നിനക്ക് തന്നപ്പോൾ നീ അത് വലിച്ചെറിഞ്ഞില്ലേ എന്നൊക്കെ പോലെയുള്ള തീക്ഷ്ണമായ ചോദ്യങ്ങൾ ഇങ്ങനെ കവിതയിൽ ഉയർത്തിക്കൊണ്ടുവരും. ഇടപ്പള്ളിയും അങ്ങനെ വ്യക്തിപരമായിട്ടും ജീവിതത്തിലുമൊക്കെ ഇത്തരം വൈകാരികത ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇടപ്പള്ളിയോടൊപ്പം സഞ്ചരിച്ച ചങ്ങമ്പുഴയെ പറ്റി പറഞ്ഞപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വൈകാരികമായിട്ട് വിഷയങ്ങളെ കാണുക, വളരെ ഇമോഷണലായിട്ട് കാര്യങ്ങളെ കാണുക, അത് പറയുക എന്ന് പറയുന്ന ഒരു രീതി പലപ്പോഴും അവർ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കവിതകളിലും അതുണ്ടെന്നല്ല. ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകളിലൊക്കെ വന്നിട്ട് ഇരുത്തം വന്ന കവിതകൾ കാണാം, വളരെ ആധ്യാത്മികമായ ഉയർച്ചയുള്ള. ഇപ്പോൾ വള്ളത്തോളിൻ്റെ കവിത ഒക്കെ പറയുന്നത് വേറൊരു തരത്തിൽ വളരെ ഇരുത്തം വന്ന, വളരെ സ്പിരിച്വലായ, വളരെ അടിത്തറയുള്ള, കുറെ കൂടി തെളിഞ്ഞ അങ്ങനെയൊക്കെയാണ്. ഇവിടെ അങ്ങനെയല്ല. കാറും കോളും നിറയുകയും കൊട്ടി തകർത്ത് പെയ്യുകയും ചിലപ്പോൾ വറ്റുകയും ചിലപ്പോൾ തീക്ഷ്ണമായ വെയിലുണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഋതുഭേദങ്ങൾ ഉള്ള കവിതകളാണ് ഇവരൊക്കെ പലപ്പോഴും എഴുതുന്നത്. അപ്പോൾ വൈകാരികമായ പല വേരിയേഷൻസ്, വളരെ ഉയർച്ച താഴ്ചകൾ, വളരെ വലിയ ആരോഹണങ്ങളും അവരോഹണങ്ങളും ഒക്കെ ഇവരുടെ കവിതകളിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ സ്വന്തം അനുഭവങ്ങൾ മാത്രമായിരിക്കും അയാൾക്ക് സത്യം. സൃഷ്ടിയിലൂടെ സ്വന്തം ആത്മാവിനെ പീഡിപ്പിച്ച് രസിച്ച ഇടപ്പള്ളിക്ക് വികാരങ്ങളും സ്വാനുഭവങ്ങളും മാത്രമല്ല വാക്കുകളും മാർഗദർശനം നൽകി. അപ്പോൾ സ്വന്തം സൃഷ്ടിയിലൂടെയും സ്വയം പീഡനം നടത്തിയെന്നാണ് എഴുത്തുകാരൻ. ഇപ്പോൾ കരയുവാനായി പിറന്നൊരു കാമുകൻ എന്ന് സ്വയം പറയുക, ഒരു കവി സ്വയം പറയുമ്പോൾ ഞാൻ കരയാൻ വേണ്ടി ജനിച്ച ആളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. ജനത്തിനോട് പറയുകയാണ്, ഞാൻ കരയാനും വേദനിക്കാനും വേണ്ടി എടുത്ത ജന്മമാണ്, ഈ ഉടൽ അതിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് കവി. അപ്പോൾ അതൊരു ആത്മപീഡനമാണ്, സ്വയം കുറച്ചു കാണലാണ്, അല്ലെങ്കിൽ സ്വയം ഇടിച്ചു താഴ്ത്തലാണ് എന്നൊക്കെ തരത്തിലുള്ളൊരു ഒരു ഒരു വ്യാഖ്യാനം അതിനകത്തുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെ ഈ കവിക്കുണ്ടായിരുന്നു. സൃഷ്ടിയുടെ നിമിഷങ്ങളിൽ താളലയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടൊഴുകുന്ന വാക്കുകൾ അദ്ദേഹത്തിന് മാധ്യമമല്ല, വഴികാട്ടികളായിരുന്നു. വാക്കുകൾ അദ്ദേഹത്തെ ഉറക്കെ കരയാൻ പ്രേരിപ്പിച്ചു. പറഞ്ഞ കാര്യം തന്നെയാണ്, അതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സകലതും പരിത്യജിക്കാൻ പ്രേരിപ്പിച്ചു, ആത്മനിന്ദയ്ക്ക് പ്രേരിപ്പിച്ചു. ഒന്ന് അലീനേറ്റ് ചെയ്യപ്പെടുക എന്നത്, ഒന്ന് താൻ ഒഴിവാക്കപ്പെട്ടു, അതുകൊണ്ട് താനും മറ്റുള്ളതിനെ എല്ലാത്തിനെയും ഒഴിവാക്കുക. ഈ പറയുന്ന വ്യവസ്ഥയിൽ നിന്നെല്ലാം ഇറങ്ങി നടക്കുക, അത് തന്നെയാണ് പരിത്യജിക്കൽ, ത്യാഗം ചെയ്യുക എന്നുള്ളത്. എല്ലാത്തിനും ചുറ്റിലുമുള്ള എല്ലാത്തിനെയും ത്യജിക്കുക, ഒഴിവാക്കുക എന്നുള്ള നയം അദ്ദേഹം സ്വീകരിച്ചു. എന്നെ വേണ്ടാത്ത ലോകത്തിന് എനിക്കും വേണ്ട എന്ന തീരുമാനം അദ്ദേഹം എടുത്തു. താൻ ഉറക്കെ കരയുന്നു, അത് തൻ്റെ മാത്രം വേദനയുടെ പ്രശ്നമാണ് എന്ന് അദ്ദേഹത്തിന് വന്നു. എപ്പോഴും ഇത്തരം ആളുകളുടെ ചിന്താഗതി എന്ന് പറയുന്നത് തൻ്റെ അനുഭവങ്ങളിലൂടെ മാത്രം ലോകത്തെ നോക്കുന്ന ഒരു ചെറിയ ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിനകത്ത് തന്നെയായിരിക്കും എപ്പോഴും ഇത്തരം ചിന്തകൾ ഉണ്ടാകും. ഒരു പക്ഷേ തന്നെ പോലെ മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട്, ഇവിടെ വ്യത്യസ്തരായ മനുഷ്യരുണ്ട്, ഈ ലോകം ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെയുള്ള ഒരു സാമാന്യം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല ഒരു വിശേഷാൽ അറിവ് ഉള്ളൊരാൾ ഒരു പക്ഷേ ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് അങ്ങനെ പ്രതികരിക്കില്ല. നേരെ മറിച്ച് നമ്മുടെ ഒരു ചെറിയ സർക്കിളിനുള്ളിൽ മാത്രം നിൽക്കുന്ന, ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ മാത്രം നിൽക്കുന്ന തൻ്റെ അഹന്ത, തൻ്റേതായ മാത്രം ലോകം, അഹന്ത എന്ന് ഉദ്ദേശിച്ചത് അഹങ്കാരം എന്നർത്ഥത്തിലല്ല, തൻ്റെ ഒരു അഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, തന്നെ ചുറ്റിപ്പറ്റിയുള്ള ലോകം എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോഴും താനാണ് ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് വിചാരിക്കുന്നിടത്ത് ഈ കുഴപ്പമുണ്ടാകും. അപ്പോൾ എപ്പോഴും കാൽപ്പനികവാദികൾക്ക് ഈ ഒരു സ്വഭാവം വളരെ കൂടുതലുണ്ടാവും. അവർ ഇങ്ങനെ പുറത്താക്കപ്പെട്ടവരാണെന്നും പലതരത്തിലുള്ള പീഡകൾ അനുഭവിക്കുന്നവരാണെന്നും ഒക്കെയുള്ള ചിന്താഗതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ്, അത് പറയുന്നൊരു കാര്യത്തിൻ്റെ ആവർത്തനം തന്നെയാണ് ഇവിടെ ഉള്ളത്. സകലതും പരിത്യജിക്കാൻ പ്രേരിപ്പിച്ചു, ആത്മനിന്ദയ്ക്ക് പ്രേരിപ്പിച്ചു, സ്വയം നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. സൃഷ്ടിയിലൂടെ സ്വയം പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിലും നിലനിർത്തി. എങ്ങനെ സ്വന്തം ജീവിതത്തെ മികച്ചൊരു ട്രാജഡിയാക്കാമെന്നും മാറ്റാമെന്നും വാക്കുകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ ദുരന്ത നാടക സങ്കല്പത്തിൽ
പണ്ടത്തെ പ്രാചീന നാടക സങ്കല്പങ്ങളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ ട്രാജഡി, കോമഡി, സറ്റയർ എന്ന് 3 തരത്തിൽ പറയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുന്തിയതുമായി കണക്കാക്കുന്നത് ദുരന്ത നാടകങ്ങളായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈഡിപ്പസിൻ്റെ കഥ, അച്ഛനെ വധിക്കുകയും അമ്മയെ വീഴ്ക്കുകയും അവസാനം കണ്ണു കുത്തിപ്പൊട്ടിച്ച് നാട് മുഴുവൻ ഓടി നടക്കുകയും ചെയ്യേണ്ടി വന്നിരുന്ന ഈഡിപ്പസിൻ്റെ കഥ, ഇതൊക്കെ ദുരന്ത നാടക സങ്കല്പമാണ്. ഒരു ഉദാത്തനായൊരു മനുഷ്യന് വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഹമേർഷ്യ, ആ ഒരു ട്രാജിക് ഫ്ലോ, അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു മുഹൂർത്തം അയാളൊരു ട്രാജഡിയിലേക്ക് തള്ളിവിടുന്നു. അതാണ് ദുരന്ത നാടകങ്ങളുടെയൊക്കെ പൊതു സ്വഭാവം. അപ്പോൾ ഈ ട്രാജഡി, തൻ്റെ ജീവിതം ഇത്തരത്തിലുള്ളൊരു ട്രാജഡിയാണ്. ഈ ദുരന്ത നാടകങ്ങളിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളെ പോലെയുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഞാനെന്നും അത്തരമൊരു ട്രാജഡി എനിക്ക് വന്നു ചേർന്നിട്ടുണ്ടെന്നും സ്വയമേവ വിലയിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. സൃഷ്ടിയിലൂടെ സ്വയം പീഡിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന സ്വകാര്യ വ്യക്തിത്വം സാധാരണ ജീവിതത്തിൽ നിലനിർത്തി അങ്ങനെ സ്വന്തം ജീവിതത്തെ മികച്ചൊരു ട്രാജഡിയാക്കി മാറ്റാമെന്നും വാക്കുകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ചുരുക്കത്തിൽ ഈ വ്യർത്ഥമായ ജീവിതത്തിന് വിരാമമിടണമെന്ന അഗ്നിചിന്ത അദ്ദേഹത്തിൻ്റെ കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ കലാജീവിതം തന്നെ എന്നൊരു പ്രഖ്യാപനമുണ്ട്. കലയ്ക്ക് വേണ്ടി 2 പ്രധാനപ്പെട്ട വാദങ്ങളാണ് കലയെ സംബന്ധിച്ച് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. കലയ്ക്ക് വേണ്ടിയാണോ അതോ കല ജീവിതത്തിന് വേണ്ടിയാണോ? അപ്പോൾ ഇവിടെ കലയും ജീവിതവും തമ്മിൽ ബന്ധമില്ല, കലയും ജീവിതവും തമ്മിൽ അകൽച്ചയില്ല, കലയും ജീവിതവും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നിടത്തേക്കാണ് ഇവിടെ ഇടപ്പള്ളിയുടെ ജീവിതം ചെന്ന് നിന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്ന നില വന്നു. അതുകൊണ്ട് താൻ എഴുതിയതൊക്കെ പ്രാവർത്തികമാക്കാനുള്ളത് തന്നെയാണ്, അതുകൊണ്ട് ഞാനത് പ്രാവർത്തികമാക്കുന്നു എന്നാൽ അദ്ദേഹം ജീവിതത്തിലേക്ക് അത് ആപ്ലിക്കബിൾ ആക്കുകയാണ്, ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കുകയാണ്. അങ്ങനെ ജീവിതവും കലയും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയുണ്ടായി. തൻ്റെ ജീവിതം ആരോ തകർത്തു കളഞ്ഞിരിക്കുകയാണെന്നും അതുകൊണ്ട് ഈ ഭഗ്ന ജീവിതം മരണം കൊണ്ട് മാത്രമേ ഭദ്രമാവുകയുള്ളൂ എന്നും ഇടപ്പള്ളി വിശ്വസിച്ചു. വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആത്മഹത്യയിലൂടെ സർവവും ഭദ്രമാകുമെന്ന ഈ വിശ്വാസം സുധ എന്ന ചെറുകഥയിലെ അദ്ദേഹം എഴുതിയൊരു ചെറുകഥയുണ്ട്, കവിയാണ് പൊതുവെ, ചെറുകഥ എഴുതിയിട്ടുണ്ട്. ആ കഥയിലെ നായികയുടെ ആത്മഹത്യയിലൂടെ ഇടപ്പള്ളി ഭംഗിയായി ന്യായീകരിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് നോക്കാം. അവൾ തൻ്റെ സാരി അഴിച്ച് ഒരു കുരുക്കുണ്ടാക്കി അവിടെ കിടന്നൊരു കരിങ്കല്ലിലിട്ട് മുറുക്കി. സാരിയുടെ മറ്റേ തുമ്പ് അവളുടെ അരയിൽ ദൃഢമായി ബന്ധിച്ചു. ഒരുവിധം പ്രയാസപ്പെട്ട് ആ കല്ലുരുട്ടി വെള്ളത്തിലാക്കി. അതാ ഒരു കുതി, സർവവും ഭദ്രം. ഈ വർണ്ണനയിൽ ഒരു കാൽപ്പനിക കവിയുടെ തരളഭാവമല്ല, സ്വയം നശിപ്പിക്കാൻ രഹസ്യമായി കൊതിക്കുന്ന ഒരാളുടെ ക്രൂരമായ നിസ്സംഗതയാണ് നിഴലിക്കുന്നത്. അതായത് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് കാണിച്ചിട്ട് കഴുത്തിൽ കയറിട്ട് മുറുക്കി അതാ മരിച്ചു എന്നല്ല, സർവം ഭദ്രം, എല്ലാം ശാന്തമായിരിക്കുന്നു, എല്ലാം സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് ഇടപ്പള്ളി എഴുതിയത്. അപ്പോൾ അങ്ങനെ എഴുതുന്ന ഒരാൾക്ക് മരണത്തോടെ എത്രമാത്രം വാഞ്ചയുണ്ടെന്ന്, എത്രമാത്രം അതിനോട് പ്രിയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. കാൽപ്പനിക ശൈലിയുടെ സ്പർശനമില്ലാതെ പത്രവാർത്തയുടെ ശൈലിയിൽ രചിച്ച ഈ വർണ്ണനയിൽ സകലതും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിൻ്റെ വ്യഗ്രതയാണ് അന്തർഭവിച്ചിരിക്കുന്നതെന്ന് പാടവമുള്ള മിഴികൾക്ക് കാണാം. അതായത് പാടവമുള്ള മിഴി എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുന്ന പോലെയാണ് ഒരു സുധ എന്ന് പറയുന്ന സ്ത്രീയുടെ മരണത്തെപ്പറ്റി ഇടപ്പള്ളി അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു കഴുത്തിലൊരു കയറ് സാരി തുമ്പ് ഇട്ട് മുറുക്കി ദൃഢമായി ഉറപ്പിച്ച് ആ കല്ലുരുട്ടി വെള്ളത്തിലാക്കി ഇതാ ഒരു കുതി വെള്ളത്തിലേക്ക് ചാടി. പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി ശരീരത്തിൽ കല്ല് വെച്ച് കെട്ടി ആത്മഹത്യ ചെയ്തൊരു സ്ത്രീയെ പറ്റിയിട്ട് ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ, ഒരു പത്രവാർത്ത പോലെ ലളിതമായി അതാ ഭദ്രമായിരിക്കുന്നു അവരുടെ ജീവിതം എന്നെഴുതി വെച്ച ആളാണ് ഇടപ്പള്ളി. അപ്പോൾ അത്ര ലളിതമായിട്ടാണ് മരണത്തെ അദ്ദേഹം കണ്ടത് എന്നർത്ഥം. അപ്പോൾ അതൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇതൊക്കെ കണ്ടെത്താമെന്ന് പറയാം. വെറുതെ നമ്മളൊരു ഒഴുക്കം മട്ടിൽ ഇടപ്പള്ളിയെ വായിച്ചു പോയാൽ അതിൽ മരണം പൊതുവേ കാണാമെങ്കിലും ഇതിന് സൂക്ഷ്മമായിട്ട് മരണത്തെ എങ്ങനെ കണ്ടു എന്നുള്ളത് നമുക്ക് സൂക്ഷ്മമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനകളെ ഈ തരത്തിൽ നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിയാലേ അറിയൂ എന്നാണ് പറയുന്നത്. അന്ന് സ്വയം നശിപ്പിച്ചതിൻ്റെ
പീഡിപ്പിക്കുന്ന സംതൃപ്തി കഥാപാത്രവുമായി പങ്കിട്ടനുഭവിച്ച ഇടപ്പള്ളി ഭാവിയിലെ തൻ്റെ അഭയസങ്കേതം രചനയിലൂടെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്താപരമായ പ്രശ്നം ആത്മഹത്യയാണെന്ന് പ്രഖ്യാപിച്ചു കാമ്യു. കാമു എന്ന് പറഞ്ഞാൽ അൽബേർ കാമ്യു. ഒരു അസ്തിത്വത്തെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു ചിന്തകനാണ് അൽബേർ കാമു. ആ കാമുവിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാ മികച്ച കലാസൃഷ്ടിയും എന്ന പോലെ ആത്മഹത്യയും ഹൃദയത്തിൻ്റെ നിശബ്ദതയിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആത്മഹത്യയെ തൻ്റെ സകല കലാസൃഷ്ടികൾക്കും ഉപരിയായി സ്നേഹിച്ച ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ തത്വചിന്താപരമായൊരു പ്രശ്നമെന്ന നിലയിൽ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പലരും കരുതുന്നത് പോലെ പ്രേമനൈരാശ്യം കൊണ്ടല്ല ഇടപ്പള്ളി സ്വയം നശിച്ചത്. അപ്പോൾ ഇവിടെ അപ്പൻ തന്നെ ഇടപ്പള്ളിയുടെ ആത്മഹത്യയെ എന്നതാണ് എന്ന് നിരൂപിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതെന്താണ്? ഇടപ്പള്ളിയുടെ ആത്മഹത്യ തീർച്ചയായിട്ടും ഒരു തത്വചിന്താപരമായ പ്രശ്നമാണ്. അതൊരു രോഗമല്ല, അല്ലെങ്കിൽ അതൊരു കേവലം പ്രേമനൈരാശ്യം കൊണ്ടുണ്ടായതല്ല, ഒരു പ്രണയനൈരാശ്യം കൊണ്ടെടുത്ത പൊടുന്നനെ എടുത്തൊരു തീരുമാനമല്ല, അത് ഒട്ടും വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനമല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് അതിന് ഒരു തത്വചിന്താപരമായ ഉയർന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മരണത്തിലുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് 4 വരികൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ നിന്ന് എടുത്തു ചേർത്തിരിക്കുകയാണ്. അവൾ അപങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ട് എനിക്ക് എപ്പോഴും കൂട്ടിന്. അവൾ അപങ്കില എന്ന് പറഞ്ഞാൽ അവൾ കളങ്കമില്ലാത്തവൾ. ദൂരെയാണിപ്പോൾ, പക്ഷെ എപ്പോഴും എൻ്റെ അടുത്തുണ്ട്. കഠിനകാലം കഥനമൊരൽപ്പം കവിളിണയിൽ കലർത്താതിരിക്കണേ. കഷ്ടപ്പാട് കാലത്തും അല്പം പോലും കഥനം, ദുഃഖം അവളുടെ കവിളിണയിൽ കാണിക്കാൻ ഇടവരുത്തരുതേ. എന്ന് പറഞ്ഞാൽ എന്നെ വിട്ടുപോയെങ്കിലും നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്, നീ ദൂരെയാണെങ്കിലും എൻ്റെ അടുത്താണ് എന്ന് തൻ്റെ കാമുകിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത്രയേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അവൾ ചതിച്ചുവെന്നോ വഞ്ചിച്ചുവെന്നോ ഒന്നും ഇടപ്പള്ളി എഴുതിയിട്ടില്ല. അതാണ് ഇനി തുടർന്നുള്ള വരിയിൽ പറയുന്നത്. എന്ന് മാത്രം പാടുന്ന ഇടപ്പള്ളി പ്രണയവഞ്ചനയെക്കുറിച്ച് ഒരിക്കൽ പോലും സൂചിപ്പിക്കുന്നില്ല. സൃഷ്ടിയുടെ വേളയിൽ സ്വന്തം ഹൃദയത്തിൻ്റെ ചോര പ്രവഹിപ്പിക്കാൻ ശ്രമിച്ച ഇടപ്പള്ളിയുടെ വരികളിൽ അത്തരമൊരു വാക്കുപോലും കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മരണത്തോട് സ്വാഭാവികമായ ആഭിമുഖ്യമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ആത്മഹത്യയ്ക്ക് പ്രേമഭംഗം ചെറിയൊരു നിമിത്തമായിരുന്നിരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഇടപ്പള്ളി എന്ന കാൽപ്പനികവാദിയായ അന്യൻ സ്വയം നശിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഇടപ്പള്ളിയുടെ ആത്മഹത്യയ്ക്ക് സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യമില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തിപരമായ ഒരു കാര്യമായിരുന്നു. അതിൽ മറ്റൊരാളെയും മറ്റൊരു സംഭവത്തെയും അതുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്നാണ്. തൻ്റെ ഇച്ഛയുടെ അനുശാസനമല്ലാതെ മറ്റൊന്നും അതിലില്ലായിരുന്നു. ദസ്തയേവ്സ്കിയുടെ ഭൂതാവിഷ്ടർ എന്ന നോവലിലെ കിർലോവിനെ പോലെ ദസ്തയേവ്സ്കിയുടെ പ്രശസ്തമായ നോവലിലെ കഥാപാത്രമാണ് കിർലോ. ആ കിർലോ എന്താണ് ചെയ്യുന്നത്? തൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകം ആത്മഹത്യയാണെന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ആ കഥാപാത്രത്തെ പോലെയായിരുന്നു ഇടപ്പള്ളി എന്നാണ്. ഈ ജീവിതത്തിലുള്ള വിശ്വാസമില്ലായ്ക കവിതയിലൂടെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുവാൻ പ്രയാസമാണെന്നും ആത്മഹത്യയിലൂടെ മാത്രമേ അത് പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ സാധ്യമാകൂ എന്നുമുള്ള അബോധതലങ്ങളുടെ പ്രേരണയായിരിക്കണം ആത്മഹത്യയെ അദ്ദേഹത്തിൻ്റെ ഇച്ഛയുടെ പ്രധാന ഘടകമാക്കി മാറ്റിയത്. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയാണ് ഇടപ്പള്ളിയുടെ കവിതയ്ക്ക് പീഡിപ്പിക്കുന്ന സൗന്ദര്യം നൽകിയത്. ജീവിതത്തെ ഒരു അന്യരാജ്യമാക്കി ദുഃഖകാരണമായി ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഡാനുഭവങ്ങളിൽ നിന്നും സൗന്ദര്യം സൃഷ്ടിച്ചു. അതാണ് ഇടപ്പള്ളി കവിത. അപ്പോൾ സ്വയം അനുഭവിച്ച പീഡനങ്ങൾ, തിക്താനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിനെയെല്ലാം വാറ്റിയെടുത്ത് അദ്ദേഹം കവിതയാക്കി എന്നാണ്. ഇതിൽ നിന്നെല്ലാം ഈ ജീവിതത്തിൻ്റെ നുറുങ്ങുന്ന അനുഭവങ്ങളിൽ നിന്ന്, കുത്തിനോവിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം കവിതയുണ്ടാക്കി. അദ്ദേഹം സ്വയം കരഞ്ഞു. ആ കരച്ചിൽ തന്ത്രികളിൽ തട്ടി സംഗീതമായി പുറത്തു വന്നു, കവിതയായി പുറത്തു വന്നു. അത് ആസ്വാദകരിലേക്ക് എത്തി. തൻ്റെ 27ാമത്തെ വയസ്സിൽ ഇതിനെല്ലാത്തിനും, ഈ നാടകങ്ങൾക്കെല്ലാം തിരശീലയിട്ട് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇടപ്പള്ളിയുടെ മരണത്തെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗമായിരുന്നു ഇത്. നമ്മളതിൻ്റെ ഓരോ മുക്കും മൂലയിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളിലേക്കും പോയി എന്തുകൊണ്ടിങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു, വിചാരം ചെയ്തു. സംശയങ്ങൾ ചോദിക്കാനുള്ള അവകാശം നിങ്ങളിൽ
പൂർണ്ണമായും നിക്ഷിപ്തമാണ്. നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാം, ഏത് സംശയങ്ങളും ചർച്ചകളും ഉന്നയിക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.